Hello everyone and welcome back. In this video, we are going to discuss one chapter from this book. This is the English book for Commerce and Management. ഇതിനകത്ത് വരുന്ന തേർഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ സീക്രറ്റ്സ് ഓഫ് സക്സസ് ഫ്രം ദി സ്റ്റോറി ഓഫ് ബിൽ ഗേറ്റ്സ്. ഇറ്റ് ഈസ് പോസിബിൾ. ഇത് എഴുതിയിട്ടുള്ളത് ലൈറ്റൻ ചൻടോംബ എന്ന് പറയുന്ന ഒരു ഓതറാണ്. അദ്ദേഹം കറൻ്റ്ലി ഇംഗ്ലണ്ടിൽ ജീവിക്കുന്ന ഒരാളാണ്. ഹീ ഈസ് ബേസിക്കലി എ മോട്ടിവേഷണൽ സ്പീക്കർ. ഓക്കെ, ഓതറിൻ്റെ പുറമെ ഹീസ് എ വെരി ഗുഡ് മോട്ടിവേഷണൽ സ്പീക്കർ. അദ്ദേഹത്തിൻ്റെ മെയിൻ ഏരിയ തന്നെ അതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബുക്കും സീക്രറ്റ്സ് ഓഫ് സക്സസ് ഫ്രം ദ സ്റ്റോറി ഓഫ് ബിൽ ഗേറ്റ്സ് ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറയുന്ന ഈ ഒരു ബുക്കും ഡെഫിനറ്റ്ലി ഒരു ഇൻസ്പയറിങ് മോട്ടിവേഷണൽ കൈൻഡ് ഓഫ് ബുക്കാണ്. ഒരു ഓൺട്രപ്രണറൊക്കെ ആകാൻ ആഗ്രഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻസ്പയറിങ് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ കൊടുക്കുന്ന മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ബുക്കാണ്. ഇതിനകത്ത് വരുന്ന 2 ചാപ്റ്റർ നമ്മുടെ ഈ ഒരു ബുക്കിനകത്ത് ആക്ച്വലി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഈ ഒരു സീക്രറ്റ്സ് ഓഫ് സക്സസ് എന്ന് പറയുന്ന ആ ബുക്കിനകത്തുള്ള ചാപ്റ്റർ 2ഉം ചാപ്റ്റർ 4ഉം നമുക്ക് പഠിക്കാൻ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ബിൽ ഗേറ്റ്സിൻ്റെ സ്റ്റോറിയാണ്. ബിൽ ഗേറ്റ്സ് ഇന്ന് നിങ്ങൾക്കറിയാം ലോകത്തുള്ള റിച്ചസ്റ്റ് പേഴ്സൺസ് എടുത്തു പോയി കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യത്തെ 10 വരുന്നുണ്ട്. ഐ തിങ്ക് അറ്റ് പ്രസൻറ്റ് ഹീ 7. ആൻഡ് ഇദ്ദേഹം ആസ് യു നോ മൈക്രോസോഫ്റ്റിൻ്റെ ഫൗണ്ടേഴ്സിൽപ്പെട്ട ഒരാളാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള പോൾ അലനും ചേർന്നിട്ടാണ് ഈ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന ഈ ബിഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമുക്കറിയാം മിക്ക ആളുകളുടെ കമ്പ്യൂട്ടറിലും റൺ ചെയ്യുന്ന സോഫ്റ്റ്വെയർ, ആ കമ്പ്യൂട്ടറുകൾക്ക് ജീവൻ നൽകുന്ന സോഫ്റ്റ്വെയർ ഡെഫിനറ്റ്ലി ബിൽ ഗേറ്റ്സിൻ്റെയും പോൾ അലൻ്റെയും മൈക്രോസോഫ്റ്റ് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഡെഫിനറ്റ്ലി അദ്ദേഹത്തിൻ്റെ ലൈഫ് വുഡ് ബി റിയലി ഇൻട്രസ്റ്റിംഗ്. അദ്ദേഹം എങ്ങനെയായിരിക്കാം ഇത്ര വലിയൊരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തിയത് എന്നുള്ളത് അറിയുന്നത് ഡെഫിനറ്റ്ലി ഇൻസ്പയറിങ്. ഇതിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത് പറഞ്ഞത്. അപ്പോൾ അതിലേക്കൊന്ന് പോകാം. സെക്കൻഡ് ചാപ്റ്റർ ഇദ്ദേഹത്തിൻ്റെ പോൾ അലനും ബിൽ ഗേറ്റ്സും ആ പേര് അങ്ങോട്ട് മിക്സ് ആയിപ്പോയി. ഓക്കെ, ബിൽ ഗേറ്റ്സും പോൾ അലനും എങ്ങനെയായിരുന്നു അവരുടെ ഈ ഒരു മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഏർലി ഡേയ്സിലൂടെയൊക്കെയാണ് ഈ ഒരു സെക്കൻഡ് ചാപ്റ്റർ പോകുന്നത്. ഈ ബിൽ ഗേറ്റ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലോ ആയിരുന്നു. ആക്ച്വലി നത്തിങ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് ഡെഫിനറ്റ്ലി ഹി വാസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ലോ പഠിക്കുന്ന സമയത്ത് ആയാലും ഹി വാസ് സ്പെൻഡിങ് മോസ്റ്റ് ഓഫ് ഹിസ് ടൈം ഇൻ കമ്പ്യൂട്ടർ ലാബ്സ്. ഓക്കെ, കാരണം അങ്ങനെയാണോ, അയാളുടെ പാഷൻ അതായിരുന്നു. പഠിക്കുന്നതൊന്നും പാഷനൊന്നും ആയിരുന്നു. ഇങ്ങനെയായിരിക്കും നമ്മളിൽ ഒരുപാട് ആൾക്കാർ ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ എന്താണോ പാഷൻ അതന്നെ പഠിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഗ്രേറ്റ്. അങ്ങനെ അപ്പോൾ നമുക്കതിനകത്ത് വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റും. ഇനി നമ്മൾ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സാധനമാണ് പഠിക്കുന്നത് എങ്കിൽ പോലും നമ്മുടെ ആ ഇൻട്രസ്റ്റിനകത്ത് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആ ഇൻട്രസ്റ്റിനകത്ത് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നല്ല ഉയരങ്ങളിലെത്തും. അതിൻ്റെ എക്സാമ്പിളാണ് ബിൽ ഗേറ്റ്സ്. ഇപ്പോൾ ലോ പഠിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം കമ്പ്യൂട്ടറിലായിരുന്നു ഇൻട്രസ്റ്റ്. അങ്ങനെ ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആ സമയത്ത് ഹണിവെൽ എന്ന് പറയുന്ന നമ്മുടെ പോൾ അലൻ ഹണിവെൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു ആ സമയത്ത്. എങ്കിലും ഇവർ തമ്മിൽ നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഒരു മാഗസീനിൽ, ഇലക്ട്രോണിക് മാഗസീൻ എന്നാണ് പറയുന്നത്, അതിനകത്ത് അന്നത്തെ വളരെ പോപ്പുലർ ആയിട്ടുള്ള പുതിയ ഇറങ്ങിയ ഒരു കമ്പ്യൂട്ടറായിരുന്നു അൾട്ടയർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മോഡൽ അൾട്ടയർ 8080 എന്ന് പറയുന്ന ഒരു മോഡലിൻ്റെ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷൻ സംതിങ് അവർ ഒരു മാഗസീനിൽ കാണാമായിരുന്നു. ആ കമ്പ്യൂട്ടറിനെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിളോ സംതിങ്ങോ ആയിരിക്കാം. അത് 1974 സംഭവിക്കുന്നത്. 1974 ദേ ആർ ഡിസ്കവറിങ് ദിസ് കമ്പ്യൂട്ടർ അൾട്ടയർ 8080. ഇറ്റ്സ് എ മൈക്രോ കമ്പ്യൂട്ടർ ഇൻ വൺ ഇലക്ട്രോണിക് മാഗസിൻ. ഇത് കാണുന്നത് അലൻ ആണ്. ഈ ഒരു പോൾ അലനാണ് ഇത് കാണുന്നത്. അദ്ദേഹം ഈ ഒരു ഇൻഫർമേഷൻ, ഇങ്ങനെ ഒരു
പുതിയ കമ്പ്യൂട്ടർ വന്നിട്ടുണ്ട്, അദ്ദേഹം അതിനെക്കുറിച്ചിട്ട് വായിച്ചു എന്നുള്ള കാര്യം ബിൽ ഗേറ്റ്സിനെ അദ്ദേഹം അറിയിക്കുന്നു. ബിൽ ഗേറ്റ്സ് ഉടനെ തന്നെ ഇവരുടെ ഇൻട്രസ്റ്റ് ഇതായതുകൊണ്ട് അവരൊരു പ്ലാൻ അവർ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും ഈ അൾട്ടയർ 8080 എന്ന് പറയുന്ന കമ്പ്യൂട്ടേഴ്സിൻ്റെ അതിൻ്റെ മാനുഫാക്ചറേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ആ കമ്പ്യൂട്ടർ റൺ ചെയ്യാൻ പറ്റിയ സോഫ്റ്റ്വെയർ ഇവരുടെ കയ്യിലുണ്ട് എന്ന് അങ്ങോട്ട് പറയുകയാണ്. ആക്ച്വലി അറ്റ് ദാറ്റ് ടൈം ദേ ഡിഡിൻ ഹാവ് ദാറ്റ് സോഫ്റ്റ്വെയർ. പക്ഷേ അവരുടെ ഒരു ഡ്രീം, എല്ലാവരുടെ കമ്പ്യൂട്ടറിലും ഇവരുടെ സോഫ്റ്റ്വെയർ ഉണ്ടാവണം എന്നുള്ള ആ ഒരു ഡ്രീം അവർക്ക് ഉണ്ടായതുകൊണ്ട് ആ ഒരു സോഫ്റ്റ്വെയർ അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് അങ്ങോട്ട് പറയുകയാണ് ചെയ്യുന്നത് അവരുടെ അടുത്തുണ്ട് എന്നുള്ള കാര്യം. ആൻഡ് അങ്ങനെ അവർക്ക് ഇവരുടെ ആ ഒരു കമ്പ്യൂട്ടറിൽ ഇവരുടെ സോഫ്റ്റ്വെയർ പരീക്ഷിക്കാനുള്ളൊരു അവസരം ലഭിക്കുന്നു. അതിന് ശേഷം ആദ്യം പറഞ്ഞതിന് ശേഷമായാണ് ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയതെങ്കിൽ പോലും അവരുടെ ഫസ്റ്റ് സോഫ്റ്റ്വെയർ ബേസിക് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് ബേസിക് ആണ്. അതവർ വളരെ സക്സസ്ഫുള്ളി ഈ ഒരു അൾട്ടയർ 8080 എന്ന് പറയുന്ന ആ കമ്പ്യൂട്ടറിൽ ഇവർക്ക് റൺ ചെയ്യാൻ പറ്റി. ആൻഡ് അങ്ങനെ അവർക്ക് ഈ ഒരു കമ്പനിയിലൊരു കോൺട്രാക്റ്റ് ലഭിക്കുന്നു. അതിന് ശേഷം അവർ ആ സമയത്ത് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന കമ്പനിയൊന്നും വന്നിട്ടില്ല. പിന്നീട് ആ അൾട്ടയർ 8080 ഇവരുടെ സോഫ്റ്റ്വെയർ റൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സക്സസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് അവർ പിന്നെ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇത് മെക്സിക്കോയിലായിരുന്നു ആദ്യം ഇത് അവരുടെ ഫസ്റ്റ് കമ്പനി ഓഫീസ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അൽബക്കക്കി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, മെക്സിക്കോയിലുള്ള അവിടെയായിരുന്നു ഇവരുടെ ഫസ്റ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഈ പേരെന്നെ മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന പേരിൻ്റെ ഈ മൈക്രോ കമ്പ്യൂട്ടർ എന്നും സോഫ്റ്റ്വെയർ എന്നും രണ്ടും കമ്പൈൻ ചെയ്തിട്ടുണ്ടാക്കിയ പേരാണ്. മൈക്രോ കമ്പ്യൂട്ടർ പ്ലസ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന പേരായി മാറിയത്. ഇവർ നമ്മുടെ ചൻറ്റോംബ പറയുന്നുണ്ട് ഇവർ ഇനീഷ്യലി കുറേ ചാലഞ്ചസ് ഒക്കെ നേരിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇവരുടെ ആ ഒരു സോഫ്റ്റ്വെയർ മോഡൽ ബേസിക് അത് ഉപയോഗിക്കുന്ന എല്ലാ ആളുകളും അത് പേയ്മെൻറ്റ് കൊടുത്തിട്ടൊന്നും ആയിരുന്നില്ല ഉപയോഗിച്ചിരുന്നത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രം ആയിരുന്നു അത് പേയ്മെൻറ്റ് കൊടുത്തിട്ട്. കാരണം അന്ന് ഇനീഷ്യൽ സ്റ്റേജിൽ ഉള്ളൊരു സമയത്ത് സ്വാഭാവികമായിട്ടും ഇതെന്തെങ്കിലും ബിസിനസ് നടത്താനോ മറ്റൊന്നും ആയിരിക്കില്ല ആളുകൾ ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പേയ്മെൻറ്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ആളുകൾക്ക് ഒരു പക്ഷേ ആ സമയത്ത് ഇറ്റ് വാസ് നോട്ട് ഈസി ഓർ അഫോർഡബിൾ മേ ബി. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇത് ഇല്ലീഗലി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു. അതുമൂലം ഇവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊക്കെ അവർ തരണം ചെയ്തു. ഇവരുടെ ഇത് ഇല്ലീഗലി യൂസ് ചെയ്ത ആളുകളെ ഇവരുടെ ഈ സോഫ്റ്റ്വെയർ അവരെ മോഷ്ടാക്കളുടെ രീതിയിലാണ് ഇല്ലീഗലി സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ആളുകളെ ബിൽ ഗേറ്റ്സ് ആ രീതിയിലായിരുന്നു അവർ അഡ്രസ്സ് ചെയ്തത്. അപ്പോൾ അതിൽ കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി ഇത് ഇല്ലീഗലി ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്നും കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ അത്തരം ചാലഞ്ചസുകളൊക്കെ ഇവർ മറികടന്നു. അവരുടെ കമ്പനി വലിയ ഉയരങ്ങളിലേക്ക് എത്തി. 1979 ആകുന്ന സമയത്ത് ഇവർ വാഷിങ്ടണിലേക്ക് അമേരിക്കയിലേക്ക് ഈ ഒരു ഓഫീസ് മെക്സിക്കോയിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ ചെറിയ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ കമ്പനിക്ക് ഉണ്ടായിരുന്നു. 1981 ആയപ്പോൾ ആ ഒരു 1981 ആയപ്പോഴേക്കും ഇതിനകത്ത് 128 എംപ്ലോയീസ് ഇവർക്ക് ഉണ്ടായിരുന്നു. ആ സമയം ആയപ്പോഴേക്കും ഒരു $16 മില്യൺ റവന്യൂ ഇവർക്ക് നേടാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഓഫീസസ് അവർ ഡിഫറെൻറ്റ് കൺട്രീസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ദ കമ്പനി ദെൻ ബിക്കംസ് ഗ്ലോബൽ. അവർ ജപ്പാനിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് തുടങ്ങുന്നുണ്ട്, UK തുടങ്ങുന്നുണ്ട്. ഇന്ന് ചൻറ്റോംബ പറയുന്നു 30% ആളുകളുടെ കമ്പ്യൂട്ടറിലും ഇവരുടെ സോഫ്റ്റ്വെയർ ആണ് എന്ന് പറയുന്നുണ്ട്. ദെൻ 1986 ആകുമ്പം മൈക്രോസോഫ്റ്റ് ഒരു പബ്ലിക്
കോർപ്പറേഷൻ ആകുന്നുണ്ട്. അറ്റ് ദി ഏജ് ഓഫ് 31 ഇദ്ദേഹം ഒരു മില്യണയർ ആകുന്നുണ്ട് 31ാമത്തെ വയസ്സിൽ. അതിന് ഒരു വർഷത്തിന് ശേഷം ഇദ്ദേഹം ഒരു ബില്യണയറും ആകുന്നു. ആൻഡ് പിന്നെ അദ്ദേഹത്തിൻ്റെ ആസ്തി, അദ്ദേഹത്തിൻ്റെ ഫോർച്യൂൺ 1999 ആകുമ്പോഴത്തേന് 101 ബില്യൺ ആണ്. 101 ബില്യൺ, വൺ ഓഫ് ദി റിച്ചസ്റ്റ് ഇൻ ദ വേൾഡായി അദ്ദേഹം മാറുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ചെൻഡോങ്ക പറയുന്നൊരു കാര്യം, ഇത്രയും വെൽത്തി ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും ഇദ്ദേഹം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ജോലിക്ക്, വർക്ക് പ്ലേസിലേക്ക് അദ്ദേഹം റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു ചാപ്റ്റർ അവിടെ നിർത്തുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ നമ്പർ 4 ആണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ബിൽ ഗേറ്റ്സ് ആരായിരുന്നു, എന്തായിരുന്നു എന്ന് അറിയാത്ത ആളുകൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ അദ്ദേഹത്തെ കുറിച്ചിട്ട് കിട്ടാനുള്ള ഒരു ചാപ്റ്റർ ആയിട്ടാണ് ആ ചാപ്റ്റർ 2നെ നമുക്ക് കാണാൻ പറ്റുക. ഒന്നുകൂടി ബെറ്റർ, ഒരു ഇൻസ്പയറിംഗ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്ന ചാപ്റ്റർ ആക്ച്വലി ആ 4th ആണ്. നമുക്കിനി ഇതിനകത്ത് ശേഷം വരുന്ന ചാപ്റ്റർ, ഈ ബുക്കിനകത്ത് വരുമ്പം 3rd ആണ്, നമ്മുടെ ബുക്കിനകത്ത് വരുമ്പോൾ 4th ചാപ്റ്റർ. ഓക്കെ, 3rd മൊഡ്യൂളിൽ വരുന്ന 2ാമത്തെ ചാപ്റ്റർ. ഈ ഒരു ബുക്കിനകത്ത് വരുമ്പോൾ, ബുക്ക് എന്ന് പറയുന്നത് അല്ലേ, സക്സസ് ഫ്രം ദി സ്റ്റോറി ഓഫ് ബിൽ ഗേറ്റ്സ് എന്ന് പറയുന്ന ആ ബുക്കിൻ്റെ 4ാമത്തെ ചാപ്റ്റർ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, കീ ലെസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നല്ല ബിഗ് ഡ്രീംസ് ഉണ്ടാവണം എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഇവർ ഈ ഒരു ആളുകൾ, ഇപ്പോൾ ഇവർ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ, എല്ലാവരുടെ കമ്പ്യൂട്ടറിൽ ഇവരുടെ സോഫ്റ്റ്വെയർ റൺ ചെയ്യണം എന്നുള്ള ഒരു സാധനം, ഇത് നമ്മൾ ആളുകൾ നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്വപ്നം കാണേണ്ടതുണ്ട്. ഇത് ഈ സോഫ്റ്റ്വെയർ മേക്ക് ചെയ്യുന്നതിലപ്പുറം ആളുകൾ ഇത് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ എൻഡാണ് നമ്മളെപ്പോഴും കാണേണ്ടതെന്നുള്ളത് നമ്മുടെ സ്വപ്നം. അപ്പോൾ നമ്മൾ അത്രയും വലിയ സ്വപ്നം കാണാം, അതിൻ്റെ ഏറ്റവും സക്സസ്ഫുൾ പൊസിഷനിൽ നമ്മൾ നിൽക്കുന്നതായിട്ട് വേണം നമ്മൾ കാണാം. അപ്പോൾ അതാണ് തിങ്ക് ബിഗ്. അത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ലെസണാണ്. പിന്നെ എന്ത് ചാലഞ്ചസ് ഉണ്ടെങ്കിലും നമ്മളതിനെ ഓവർകം ചെയ്യേണ്ടതുണ്ട്. ഇവരുടെ ഈ സോഫ്റ്റ്വെയർ ഇനീഷ്യലി ഒക്കെ പല ആളുകൾ മോഷ്ടിച്ചൊക്കെ യൂസ് ചെയ്തു, പക്ഷെ അതിന് ആ ഒരു പീരീഡൊക്കെ അവർ വളരെ സക്സസ്ഫുള്ളി അതിനെയൊക്കെ ഓവർകം ചെയ്തു. അപ്പോൾ നല്ലൊരു വിഷൻ, ഒരു ഗോൾ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെന്താണ്, ഇതൊരു വലിയൊരു ഗ്ലോബൽ, ഇപ്പോൾ ഇവരുടെ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചെറിയൊരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ള അതിലേക്കല്ല, ഒരു വലിയ ഡ്രീം വലുതാവുകയാണ്. ഒരു ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടാവണം, ഒരു ഇൻ്റർനാഷണൽ ലെവൽ കമ്പനി ആവണം എന്നൊക്കെയുള്ള ഒരു ബിഗ് ഡ്രീമാണ് ഇവരെ ഈ രീതിയിലേക്ക് സക്സസ്ഫുൾ ആക്കിയത്. അപ്പം നമ്മളും ആ രീതിയിലായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം സെറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഗോളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പം നല്ലൊരു വിഷൻ ഉണ്ടെങ്കിൽ, നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, അതിൻ്റെ കൂടെ ഹാർഡ് വർക്കും കൂടി ഉണ്ടെങ്കിൽ, നമുക്ക് ഏത് ഉയരങ്ങളിലും എത്തിപ്പെടാൻ പറ്റും എന്ന് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ആൻഡ് സോ വി വിൽ ബി മീറ്റിംഗ് അഗെയിൻ വിത്ത് ദി next chapter, that is chapter number 4. Okay, thank you for watching. Bye.